ഹലോ എവരി വൺ, യെസ് വെൽക്കം ടു എഡ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എഡ്യൂപോഡിലേക്ക് സ്വാഗതം. നിങ്ങളെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിന് എക്സാം നിങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ എഡ്യൂപോഡ് ലൈവ് കണ്ടവർ വളരെ ഹാപ്പി ആയിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, അതിന്റെ ഒരു റിവ്യൂ ടൈപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവ്യൂ ചെയ്യാൻ പോകും, അനലൈസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് നമ്മുടെ ഓണം പോർഷൻസ് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ആൻസർ കീ ഡിസ്കഷൻ തന്നെ അല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങളുടെ റിവ്യൂ, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എല്ലാവർക്കും ഈസി ആണെന്നില്ല, ടഫ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ഒന്ന് ടൈപ്പ് ചെയ്യാം. നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി? നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ചോദ്യമാണ്. ആരാടാ? നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ ആണ് അതിന്റെ ആൻസർ. രണ്ടാമത് ഐഡന്റിഫൈ ദ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ടേബിൾ പഠിക്കുന്നത് പ്രോപ്പർട്ടി ടാക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സർക്കാർ ഭരിക്കുന്ന രീതി. വീണ്ടും നമ്മൾ ആ ജാലിയൻവാലാബാഗിന്റെ ടോപ്പിക് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലേക്ക് എത്തിച്ച ലോ ഏതാണ് നമ്മൾ എത്രയോ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ സ്വന്തം റൗലറ്റ് നിയമമാണ്. അത് നമുക്ക് കിട്ടി. യെസ്. വീണ്ടും ഹു ഈസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? ആ പൊളിറ്റിക്കൽ സയൻസിന്റെ തിയറി പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക് എത്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മക്കളെ, അരിസ്റ്റോട്ടലിന്റെ പേര് പഠിച്ചേക്കണം. പഠിച്ച ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മാർക്കും കിട്ടി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്? അതായത് ഡ്യൂണുകൾ കാണുന്ന എവിടെ? നമുക്കറിയാം എവിടെയാണ്, സിവാലിക്സിലാണ് എന്ത് കാണുന്നത്, ഡ്യൂണുകൾ കാണുന്നത്. നമ്മൾ ഓടി ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി മക്കളെ ഇനിയുള്ളത് ചോദ്യങ്ങൾക്ക് നമുക്ക് 8 അല്ലെ, 6 മുതൽ 15 ചോദ്യം. പക്ഷേ ഏതെങ്കിലും 8 ഇനി 8 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ആദ്യ ചോദ്യം, ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് രാജാറാം മോഹൻ റോയ്. നമ്മൾ എത്രയോ തവണ നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചാണ്. അത് പഠിച്ച ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രാജാറാം മോഹൻ റോയിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ആ 3 മാർക്ക് അവിടെ കിട്ടി. ഇനി സിറ്റിസൺഷിപ്പ്, വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ചോദ്യമാണ്. സിറ്റിസൺഷിപ്പ്, 2 ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ലെ. ഏതാണ്? നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, അക്വേർഡ് സിറ്റിസൺഷിപ്പ് അല്ലെ. നമ്മൾ രണ്ടും പറഞ്ഞത് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റൻ ആണ്. അതായത് വിച്ച് ആർ ദി തിങ്സ് ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ബൈ കോണ്ടൂർ ലൈൻസ്? നമ്മൾ ഇന്നത്തെ റോക്കറ്റിൽ ഇന്നത്തെ ഷോർട്ട് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ 3 കാര്യങ്ങളുള്ള ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്, പ്രദേശത്തിന്റെ ഉയരം, ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം, ഭൂരൂപത്തിന്റെ രൂപം, ആൻഡ് നേച്ചർ ഓഫ് ദി സ്റ്റോക്ക്, ചെരിവിന്റെ സ്വഭാവം. നമ്മൾ പഠിച്ച 3 പോയിന്റ് 3 മാർക്ക് ഉറപ്പാണ്. ഇനി ഇത് ഓണം പോർഷനും ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ഇത് സിമ്പിൾ ചോദ്യമാണ്. നോക്കി നിങ്ങൾ, ലോങ് മാർച്ച് എവിടെയാ? നമുക്കറിയാം ചൈനീസ് റവല്യൂഷൻ ആണ് ലോങ് മാർച്ചില്. കുറച്ച് കൂടിപ്പോയോ? കുറച്ചോ? അതന്നെ. ഓക്കെ, ഒറ്റ മിനിറ്റടാ. ഇത് ചൈനീസ് റവല്യൂഷൻ ആണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, നമ്മുടെ സ്വന്തം ഫ്രഞ്ച് റവല്യൂഷൻ. നോ ടാക്സേഷൻ വിത്ത് റവല്യൂഷൻ ഏതാണ്? അമേരിക്കൻ റവല്യൂഷൻ. ഇപ്പൊ എനിക്കിത് വലിയ ടഫായിട്ട് തോന്നുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ റോൾ. ഓഫ് എന്റെ പൊന്നെ, നമ്മൾ ഇന്നലെ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്താണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ റോള്. പഠിച്ച ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ? ഇനി മെൻഷൻ ദ പിക്കൽ സ്പ്രിങ്സ്. ഇത് നമ്മുടെ ഓണം എക്സാമിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പോർഷൻ. അപ്പോൾ നിങ്ങൾ, ഞാൻ പറയുന്നുണ്ട് ഓണം എക്സാമിന് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓണം എക്സാം ചോദിച്ചു. നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, സ്പ്രിംഗ് സീസൺ പിക്കലായിട്ട് നമുക്കറിയാം എന്താണ്, ദ ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്. മരങ്ങൾ ഇലപൊഴിക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ഡിക്രീസസ്, പകലിന്റെ ദൈർഘ്യം കുറയുന്നു, രാത്രി ദൈർഘ്യം കൂടുന്നു. അങ്ങനെ 3 പോയിന്റ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? 6ാമത്തെ പാഠം നമ്മൾ ഡിസ്കസ് ചെയ്ത റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സ്റ്റീരിയോ പെയർ, ഒരു ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന, അതായത് നമ്മൾ ഏത് റിമോട്ട് സെൻസിങ്ങിൽ എടുക്കുന്ന 2 ചിത്രങ്ങൾ ഓവർലാപ്ഡ് പെയറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ പെയർ. ആ സ്റ്റീരിയോ പെയർ ഉള്ള ചിത്രങ്ങൾ നോക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെന്റിന് എന്ത് വിളിക്കുന്നു, ഉപകരണം നമ്മൾ എന്ത് വിളിക്കുന്നു, സ്റ്റീരിയോസ്കോപ്പ്. 2D ഉള്ളതിന് 3D കാണാൻ സഹായിക്കുന്നത്. ഓവർലാപ്പ് നമുക്കറിയാം, അതായത് ഏത് റിമോട്ട് സെൻസിങ് 2 ചിത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്, കൂടി ചേരുമ്പോൾ സെക്കൻഡ് പിക്ചറിന് 60% ഫസ്റ്റ് പിക്ചറിന്റെ കൂടെ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓവർലാപ്പ് എന്ന് പറയുന്നത്. യെസ്. ഇനി നമ്മൾ 13ാമത്തെ ചോദ്യവും നമ്മുടെ എന്താണ് ഓണം പോർഷൻ ചോദിച്ചു പോലെ, വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ട്രീറ്റി ഓഫ് വെർസൈൽ സൈൻ ജർമ്മനി ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ്? ജർമ്മനിക്ക് 8 പണി കൊടുത്ത ട്രീറ്റി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചാൽ കിട്ടും. ഏതൊക്കെയാണ് കൊടുത്തത്? ജർമ്മനിന്റെ എല്ലാ മൈൻസും അതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വിജയിച്ച രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ജർമ്മനിക്ക് വലിയൊരു തുക വാർ ഇൻഡെമിനിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയെ എന്താണ് നിരായുധീകരിച്ചു അല്ലെ. അപ്പോൾ അത്തരം ടോപ്പിക്കൽ പോയിന്റ്സ് അവിടെ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് അവിടെ കിട്ടും. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സൈക്ലോൺസ് അല്ലേ. നമുക്കറിയാം ചുഴലിക്കാറ്റ്, ചക്രവാതങ്ങളെ കുറിച്ച്. അത് നമ്മുടെ ഓണം എക്സാമിന് പോർഷൻ ആണ്. ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ, നിങ്ങൾക്ക് ഒഴിവാക്കാൻ 6 എഴുതിയാൽ 2 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സൈക്ലോൺസ് നമ്മുടെ സെൻട്രൽ ഹൈ പ്രഷറും സെൻട്രൽ ലോ പ്രഷറും സറൗണ്ടിങ്സ് ഹൈ പ്രഷറും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആ കാര്യം മനസ്സിലാക്കി. വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ന്യൂസ് പേപ്പർ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ആ പോയിന്റ് പഠിച്ചു വെക്കല്ല, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. ആ പോയിന്റ് അങ്ങ് എഴുതി വെച്ചാൽ അവിടെ എത്ര മാർക്ക് കിട്ടി? 4 മാർക്കല്ല അവർക്ക് കിട്ടുന്നത്, 3 മാർക്ക് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ ഓണം പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ക്രിസ്മസ് പോർഷൻ പഠിച്ചാണെങ്കിലും എഴുതിയാൽ മതി. ഓർ ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതവിടെ ആൻസർ ചെയ്യാൻ സാധിക്കും. വീണ്ടും നമ്മൾ ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അനലൈസ് എ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം പുട്ട് ഫോർവേഡ് ഗാന്ധിജി പാർട്ട് ഓഫ് എന്താണ് 10 ആണ്, 10 എഴുതിയാൽ മതി അല്ലെ. 10 ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ ആ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ചത് ഞാൻ സെപ്പറേറ്റ് തന്നെ ആ ഭാഗം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എപ്പോഴും ഇടക്കിടക്ക് എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചവർക്ക് കിട്ടും കേട്ടോ. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം കിട്ടി. ഇനി വീണ്ടും നമ്മുടെ മാത്സ് ദ ഫോളോയിങ്, ഞാൻ ആ ചാപ്റ്റർ എന്ന് പറഞ്ഞു മക്കളെ, ആ ചാപ്റ്റർ ആയിരിക്കും നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കും എന്ത് ചോദിക്കുക, മാത്സ് ദ ഫോളോയിങ് ചോദിക്കുക നമ്മൾ പറഞ്ഞല്ലേ. ഇപ്പോൾ ദീനബന്ധു മിത്ര ഉണ്ട്, ബാങ്കിം ചന്ദ്ര ചാറ്റർജി ഉണ്ട്, നന്ദലാൽ ബോസ് ഉണ്ട്, അബീന്ദ്രനാഥ് ടാഗോർ അല്ലേ. അബീന്ദ്രനാഥ് ടാഗോർ ഏതാടാ, നമ്മുടെ ഭാരത് മാതയാണ് അല്ലേ. അതുപോലെ തന്നെ നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഇത്, വില്ലേജ് ഡ്രമ്മർ.
ഇനി ദിനബന്ധുമിത്ര ഏതാണ്? ആനന്ദമഠം അല്ല, ദിനബന്ധുമിത്ര നീൽ ദർപ്പൺ, അതുപോലെ ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠം. ഓക്കെ, സോ ആ ചാപ്റ്റർ ഈസ് അത് ശരിക്കും എന്താണ് നമ്മളെ മാത്സ് ഓഫ് ഫോളോയിങ്ങിന് വേണ്ടി മാറ്റി വെച്ച ഒരു ചാപ്റ്റർ ആണോ. ഓക്കെ, ഇനി ഇതെന്താണ് നമ്മുടെ ഓണം എക്സാം പോർഷൻ തേർഡ് ചാപ്റ്റർ ചോദിച്ചാണ്. അതിൽ ICDS നമുക്കറിയാം 6 വയസ്സുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് എന്ത് മറ്റേ ICDS. അതേപോലെ തന്നെ സർവ്വശിക്ഷാ അഭിയാൻ എന്താ +2 വരെയുള്ള കുട്ടികൾക്ക് പദ്ധതിയാണ്. അപ്പോൾ അതിന്റെ ഗോൾസ് നമുക്ക് എന്തായാലും പബ്ലിക് എക്സാമിന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്ക് കേട്ടോ. യെസ്. പിന്നെ നമ്മൾ ഇന്നലെ സംശയം വെച്ചാൽ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ ചോദ്യമായിരുന്നു, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞ ചോദ്യമാണ് ഈ ചോദ്യം. 1857 വാർ, നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസിന്റെ കോസസ് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ വീണ്ടും റിപ്പയർ ചെയ്ത് പറഞ്ഞ ചോദ്യമാണ്, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് കിട്ടും. പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5ാമത്തെ ചേർന്ന് പഠിക്കാൻ പറഞ്ഞത് നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് അല്ലെ, നികുതിയേതര വരുമാന സ്രോതസ്. ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്താണ്. 5 ഉണ്ട്: ഫീസ്, ഫൈന്, പെനാൽറ്റി, അതേപോലെ തന്നെ ഗ്രാൻഡ്, അതേപോലെ ഇൻട്രസ്റ്റ് അഥവാ പലിശ, പ്രോഫിറ്റ് അഥവാ ലാഭം. ഈ 5 എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത എന്താ, എലൂസിവ് സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച് ക്ലൈമറ്റ് മോൾഡിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഉത്തരപർവ്വത മേഖല പ്രാധാന്യം. നമ്മളെന്താ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസ് ഞാൻ പറഞ്ഞതാണ്, എന്തായാലും പഠിക്കണം. എസ് എ അടക്കം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റനാണ്. സോ അതിന്റെ ആൻസർ നമുക്കറിയാം എന്താണ്, മൺസൂണിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഡ്രൈവിംഗ് ഇന്ത്യയിലേക്ക് അത് പ്രിവെന്റ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ലാസ്റ്റ് പൗരബോധം സിവിക് കോൺഷ്യസ് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. എന്താണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി. ഫാമിലിയെ പറ്റി മാത്രമേ ചോദിച്ചുള്ളൂ. നമ്മൾ 4-5 നമ്മൾ ഡിസ്കസ് ചെയ്ത, പക്ഷേ ഫാമിലി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് അതേ കാരണം നമ്മൾ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇനി ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസും ഡിസ്ക്രിമിനേഷൻ ഫംഗ്ഷൻ, ഞാൻ എത്രയോ ഇന്നലെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ നമ്മൾ എന്താണ് അത് വീഡിയോ അടക്കം നമ്മൾ റെക്കോർഡ് ചെയ്ത ടോപ്പിക്കാണ്. കാരണം അവിടെ നിന്ന് ചോദ്യം ഉറപ്പാണ്. കാരണം അത് പഠിച്ച ആൾക്ക് അവിടെ നിന്ന് എത്ര മാർക്ക് കിട്ടി, 4 മാർക്ക് കിട്ടി. പിന്നെ നമ്മൾ ഓൾറെഡി നല്ല ഷോർട്ട് ക്വസ്റ്റ്യനിലും ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത സംഭവമാണ് എന്ത്, GISന്റെ യൂസ്. ഒരുപാട് യൂസ്, 8 യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 മാർക്കിനായതുകൊണ്ട് 4 പോയിന്റ് എഴുതിയാൽ മതി. തീമാറ്റിക് സ്റ്റഡീസ് നടത്താൻ, കമ്പൈൽ ഡാറ്റ ഫ്രം ഡിഫറൻസ് സോഴ്സ്, അതിൽ 4 പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെ മക്കളെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ലൈവിൽ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ് എന്ത്, ഗ്രിഡ് റെഫറൻസ്. ഗ്രിഡ് റെഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ചോദിച്ചെന്താ 8134 എന്നുള്ള ജിയോഗ്രഫിക് ഫീച്ചർ ഏതാണെന്നല്ലേ. അപ്പോൾ 8134 വരുമ്പോൾ അത് ഏതാണ്, ഫോർട്ടില് കോട്ടയാണ് വരുന്നത്. പിന്നെ ലൊക്കേറ്റ് ദ വെൽ യൂസ് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അല്ലേ. വെല്ലിന്റെ 6 ഫിഗർ ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ വെല്ല് ശ്രദ്ധിച്ചോ, വെല്ലിന്റെ 6 ഫിഗർ എത്ര വരുന്നത്, 83. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്, 10 ഈക്വൽ പാർട്സ് 1 2 3 4 5 6 7 8 9. അപ്പോൾ ഏകദേശം 1 2 3 4 ഒരു 6 വരും. പിന്നെ ഇതിന് നോർത്തിങ് വാല്യൂ എത്രയാണ്, 35 ആണ്. പിന്നെ ഏകദേശം ഒരു 3 വരും. ഇതാണ് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ആ സ്കെയിൽ വരയ്ക്കാത്തതിന് ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 83 6 35 3 ആണ് എന്ത്, വെല്ലിന്റെ 6 ഫിഗർ വരുന്നത്. അടുത്ത ലൊക്കേറ്റ് ഗ്രേവ് യാർഡ് അല്ലേ, ശവപ്പറമ്പ്. ഇതാണ് ശവപ്പറമ്പ്, അതെന്താ 4 ഫിഗറാണ് പറഞ്ഞത്. അപ്പോൾ ശവപ്പറമ്പിന്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്, 85. നോർത്തിങ് വാല്യൂ 35. 85 35 ആണ് എന്ത്, ഗ്രേവ് അഥവാ ശവപ്പറമ്പിന്റെ എന്ത്, നമ്മുടെ 4 ഫിഗർ. അതോടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്തെന്താ, ഐഡന്റിഫൈ ദ കൾച്ചർ ഫീച്ചർ വിത്ത് ഗ്രിഡ് റെഫറൻസ് ഓഫ് 85 3 37 3 അല്ലേ. അപ്പോൾ 85 3 എന്ന് പറയുമ്പോൾ 85 3 37 3 നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താ, ലൈറ്റ് ഹൗസ് ആണ്. അപ്പോൾ തല കുത്തനെ തിരിച്ചു മറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു മറിച്ചും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഞാൻ ഗ്രിഡ് കാണണം പറയാനുള്ള കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഉറപ്പായിരുന്നൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അത് ആവർത്തി ചോദിക്കുന്ന ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെയും നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അടുത്തത് എൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി, എന്താണ് ഗവൺമെന്റ് പോളിസി റിഗാർഡിംഗ് പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ. അതിന്റെ ഗോൾസ് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ ഇന്നത്തെ റോക്കറ്റ് റിവിഷനിലും ഇന്നലത്തെ ലൈവിലൊക്കെ പഠിക്കണം പറഞ്ഞാണ് 3 പോയിന്റാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. പിന്നെ എസ് ഐ ചോദിച്ചത് ഏതാണ്, നമ്മൾ 6 മാർക്കിന്റെ 2 ചോദിച്ചു, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തുടങ്ങിയോ, ജോഗ്രഫി 5 ഹിസ്റ്ററി 4 ചോദിക്കാം. അപ്പോൾ വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്, നമുക്കറിയാം എന്താണ് റിമോട്ട് സെൻസിങ് എന്താണ്. യെസ്, അതിന്റെ ഡെഫിനിഷൻ ഒക്കെ ഞാൻ പറയുന്നത് ആക്ച്വൽ എന്താണ്, വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോൺടാക്ട്, നമ്മുടെ എർത്തിലുള്ള എന്തെങ്കിലും സാധനത്തിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക. അതിനെന്താ 2 മെത്തേഡ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് റിമോട്ട് സെൻസിങ്, ആകാശ വിദൂര സംവേദനം ഉണ്ട്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഉപഗ്രഹ വിദൂര സംവേദനം ഉണ്ട്, അതേപോലെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയിലെ ഭൂതല ഛായകരുണ്ട്. അപ്പോൾ ഏത് 2 എന്ത് ചെയ്താൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മതി. ഞാൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിന് അടുത്തൊരു ക്വസ്റ്റൻ എഴുതാം, വാട്ട് ആർ ടോപ്പോഗ്രഫിക് മാപ്സ് അല്ലെ, എന്താണ് ധരാതലീയ ഭൂപടം. നമുക്കറിയാം അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം എന്ന് പറഞ്ഞതാ, പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. അത് എന്താണ്, ദ മാപ്പ് വിച്ച് ഡെപിക്റ്റ് ഓൾ ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് കൾച്ചറൽ ആൻഡ് മാൻമേഡ് ഫീച്ചേഴ്സ് അല്ലെ, കൾച്ചറൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഭൗതികവും സാംസ്കാരികവും എല്ലാ സവിശേഷതയും കാണിക്കുന്ന മാപ്പ്. അതിന് മാർജിനൽ ഇൻഫർമേഷനും ആൻഡ് കൾച്ചറൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒരുപാട് തവണ പറഞ്ഞത് അല്ലേ. കൾച്ചറൽ ഫീച്ചേഴ്സ് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ ചെയ്താൽ മാൻമേഡ്, അതായത് റോഡ് എഴുതാം, ഫോട്ടോ എഴുതാം. അതേപോലെ ഫിസിക്കൽ, അതായത് പിന്നെ നമ്മുടെ ഭൗതികം അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സവിശേഷങ്ങൾക്ക് എന്ത് ചെയ്താൽ, ഫോറസ്റ്റ് ചെയ്താം, റിവർ എഴുതാം. പിന്നെ മാർജിൻ ഇൻഫർമേഷൻ അറിയുന്ന മാർജിന് പുറത്തുള്ള ഇൻഫർമേഷൻ അതിൽ എന്തൊക്കെ ഉണ്ടാവും, നെയിം ഓഫ് ദി പ്ലേസ്, ലൊക്കേഷൻ ഓഫ് ദി പ്ലേസ്, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ,
യെസ്, ഇനി നമ്മൾ മക്കളെ ഇസ്രയേലിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ് വന്നത്. നമ്മൾ ആ ചാപ്റ്ററിന് 6ാമത്തെ ചാപ്റ്ററിന് 2 എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പറഞ്ഞു, രണ്ടാമത് നമ്മുടെ ആൾട്ടർനേറ്റീവ് പാത്ത്. ആ ചോദ്യം ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം അല്ലേ. അപ്പോൾ അതായത് ഗാന്ധിയൻ മാർഗ്ഗമല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഹിൻസും തന്നിട്ടുണ്ട്, എളുപ്പത്തിൽ പഠിക്കാം അല്ലേ. സ്വരാജ് പാർട്ടിയെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പറ്റി കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ ആർമിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് പഠിച്ച ആളുകൾക്ക് എളുപ്പമാണ്, നമ്മളെ ലൈവ് കണ്ട ആളുകൾക്ക് എളുപ്പമാണ്. ഇനി എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഫോളോയിങ് ഫീൽഡ്, എക്കണോമിക് സെക്ടർ, സ്പേസ് സെക്ടർ അല്ലെ. എക്കണോമിക് സെക്ടറും സ്പേസ് സെക്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ശരിക്കും ഇജുപോന്റെ ലൈവ് നമ്മളെ 3 ദിവസം തൊള്ളയിട്ട് അല്ലെങ്കിൽ നമ്മളെ സൗണ്ട് എടുത്തത് അല്ലെങ്കിൽ ലൈവും ഷോർട്ട് വീഡിയോസും MRQ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് ചോദിക്കാതെ നമ്മൾ ഓണം എക്സാമിന്റെ പോർഷൻ 3 ദിവസം അവർക്ക് ഓപ്ഷൻ ആയിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ അത് എങ്കിലും നമ്മൾ മുൻകൂട്ടി പറഞ്ഞ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ചെറിയ അതും വന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യം അവർ ചോദിച്ചു. ഓണം എക്സാം കംപ്ലീറ്റ്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ആണ് 5 4 അത് ഒഴിവാക്കി ബാക്കി ചെയ്യാം. യെസ്, അപ്പൊ മക്കൾ ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളെ വരാൻ പോകുന്ന ഫൈനൽ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും വെച്ചപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഫൈനൽ എക്സാം വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് ഒന്നും സെറ്റ് ആയത് അതേ ഒരു പബ്ലിക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാവരെയും കൂടി പബ്ലിക് എക്സാം മോഡൽ എക്സാം ഇനിയുള്ള ലൈവ് സെറ്റ് ആക്കാൻ കൂടെ പോരാ. അപ്പൊ നിങ്ങൾക്ക് എജുപോനോട് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ എല്ലാ കമന്റും ഞങ്ങൾ വായിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്, സീ യു ബൈ.